അപ്പൊ ആര്യ സമാജത്തിന് ഇന്ത്യയിലെ ഹിന്ദു ചരിത്രത്തിൽ വലിയ ഒരു ഒരു സ്ഥാനമുണ്ട്. കാരണം ഈ സവർക്കർക്കൊക്കെ പ്രവർത്തിക്കാനുള്ള തരത്തില് ഒരു ഹിന്ദുവൈസേഷൻ നടപ്പാക്കുന്ന ഒരു പ്രോസസ്സ് ഇന്ത്യയിൽ സവർക്കർക്ക് മുമ്പ് നടന്നതായിട്ട് നമുക്കറിയാം. അപ്പൊ അതില് പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളാണ് സ്വാമി ദയാനന്ദ സരസ്വതിയും അദ്ദേഹത്തിന്റെ സംഘടനയായ ആര്യസമാജവും. ആര്യസമാജം നേരത്തെ പറഞ്ഞ പോലെ യാഥാസ്ഥിതിക ബ്രാഹ്മണിസത്തെ ലംഘിച്ചുകൊണ്ട് ഒരു ഹിന്ദു ഐക്യം എന്ന് പറയുന്ന ആശയം, ഹിന്ദു സംഘാടൻ എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ച ആദ്യ സംഘടനകളിൽ ഒന്നാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ അത് ഹിന്ദു മതത്തിൻ്റെ ഉള്ളിലെ അനേകം അനാചാരങ്ങൾ എതിർക്കുന്നുണ്ട്, അതിനെയൊക്കെ അതിലംഘിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം അതിനെ ഒരു പുരോഗമന പ്രസ്ഥാനം ഇന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. മറിച്ച് ഹിന്ദുവൈസേഷൻ എന്ന് പറയുന്ന ഒരു ഹിന്ദു ഐക്യം എന്ന് പറയുന്ന ഒരു ആശയത്തെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബ്രാഹ്മണിസം യാഥാസ്ഥിതിക രൂപത്തിൽ അധികകാലം നിൽക്കാൻ പോകുന്നില്ല എന്ന തിരിച്ചറിവിൽ നിന്നുണ്ടായ ആദ്യ പ്രസ്ഥാനങ്ങളിലൊന്നാണ് ആര്യസമാജം എന്ന് പറയാം. അപ്പൊ അത് ഹിന്ദു പരിഷ്കരണങ്ങളിലൂടെ യഥാർത്ഥത്തിൽ ഒരു ഹിന്ദുയിസത്തിന്റെ അടിസ്ഥാനം വികസിപ്പിക്കുകയാണ് ചെയ്തതെന്ന് പറയാം. ആര്യസമാജമാണ് യഥാർത്ഥത്തിൽ ഈ ശുദ്ധി പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ മന്യമതങ്ങളിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് മതം മാറ്റുന്ന ഒരു പ്രക്രിയ ആരംഭിച്ചത്. എന്ന് പറഞ്ഞാൽ ഹിന്ദുമതത്തെ ഒരു സെമിറ്റിക് മതത്തിന് സമാനമായി മാറ്റിക്കൊണ്ട് ഒരു സെമിറ്റിസൈസേഷൻ, ഹിന്ദുമതത്തിന്റെ സെമിറ്റിസൈസേഷന് ശ്രമിച്ച ആദ്യ സംഘടനകളിൽ ഒന്ന് ആര്യസമാജമായിരുന്നു. അവരാണ് ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചത്.